ക്രിസ്മസിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാലമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കൂടുതൽ വർഷങ്ങളും കോടതിയിലായിരുന്നല്ലോ. അപ്പോൾ ഈ കോടതിയിൽ ക്രിസ്മസിന് ഒരു വെക്കേഷനുണ്ട്. ഈ വെക്കേഷൻ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് പണ്ട്. അപ്പോൾ യാത്ര മാത്രമല്ല, അതിനകത്തുള്ള ഈ ക്രിസ്മസിൻ്റെ ആ 2-3 ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് വീട്ടിൽ കാണും. അതിൻ്റെ കാരണം അവിടെ ഒരുപാട്, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന പുനലൂർ ഒരുപാട് കരോൾ ഗ്രൂപ്പുകൾ വരും. നന്നായിട്ട് രാത്രി പാതിരാത്രി വന്ന് നന്നായിട്ട് പാടും. അവർ അവർ നല്ലതായിട്ട് പാടും, നല്ല പാട്ടുകൾ പാടും. നല്ല വാദ്യമേളങ്ങളോടുകൂടി തന്നെ പാടുന്നത്. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകൾ, ഒരു 10-20 ഗ്രൂപ്പെങ്കിലും സാധാരണ വരാറുണ്ട് കേട്ടോ. അവർക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്തു വിടും, ഒരു അല്പം കാശുമൊക്കെ കൊടുത്തു വിടും. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണത്. അത് രാത്രി ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കാറുണ്ട് മുഴുവൻ. അവർ വന്ന് അവിടെ ഞങ്ങൾ ഇറങ്ങി നിൽക്കും. അത് പാട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. വളരെ സന്തോഷമായിട്ട്. മിക്കവാറും ആളുകൾ അറിയാവുന്ന ആളുകളാണ്, അവർ വരും. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് കൂടുതലും ഞങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ യാത്രയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ സമയം കിട്ടും. കാരണം ഇത്രയും നാളും ഈ ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറഞ്ഞ് ഏറ്റവും കുറഞ്ഞൊരു 10 ദിവസം, 8 മുതൽ 10 ദിവസം വരെ വെക്കേഷൻ കിട്ടാറുണ്ട്, ക്രിസ്മസ് വെക്കേഷൻ. ഇത് എനിക്ക് ഏതാണ്ട് ഈ അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1979 മുതലുള്ള ഒരു അനുഭവമായത് കേട്ടോ. അപ്പം അത് ഇപ്പോഴും, അതായത് ഈ ഹൈക്കോടതിയിലായപ്പോഴും കിട്ടും. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ, ഇപ്പം എന്നും എനിക്ക് വെക്കേഷനല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ വെക്കേഷനാണ്. ഏതായാലും വലിയ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത്. നല്ല കാലാവസ്ഥ, എല്ലാം കൊണ്ടും നല്ലത്, നല്ല ക്ലൈമറ്റ്. നമുക്ക് അതുപോലെ വളരെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തം. എല്ലാവരും ഒരുമിക്കണം ക്രിസ്മസിന്. ഇവിടെ ഞാനിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഇതേപോലെ ഈ കരോൾ നടത്താറുണ്ട്, ക്രിസ്മസ് അലങ്കാരങ്ങൾ വെക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യും. ഇവിടെയും വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കാര്യമായിട്ടാണ് അവർ ഗവനിക്കുന്നത്. കുഞ്ഞുങ്ങൾ വരും. വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. കാരണം ഇതൊരു സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്നതല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. ജാതി മതം വ്യത്യാസമൊന്നും ഈ കാര്യത്തിൽ പാടില്ല. ആ രീതിയിലായിരിക്കണം കാഴ്ചപ്പാട്. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സർവ്വവിധ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അതുപോലെ ഒരു മുൻകൂട്ടി ഒരു പുതുവത്സരാശംസയും 2025 നല്ല ഒരു വർഷം, ഒരു പുതുവത്സരവും എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി.